ഹലോ ഗൈസ്, അപ്പം ഇന്നാണ് നമ്മൾ നോമ്പുറ പരിപാടി വന്നിട്ട്. ഇന്ന് ഞായറാഴ്ച. ഇപ്പോൾ കറക്റ്റ് പറഞ്ഞ ടൈമിൽ 10 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തീർത്തിട്ട് നേരത്തെ ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ കയറുന്നെങ്കിൽ നല്ല റഷായിരിക്കും, നമുക്ക് അടുപ്പ് കിട്ടൂല, ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഇപ്പോൾ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മണിയാകുമ്പോൾ നമുക്ക് നേരെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ നല്ലോണം ടൈമും കിട്ടും. അതുകൊണ്ട് നമ്മൾ റൂമിൽ എല്ലാവരും എണ്ണിച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് വന്ന് നിന്നാണ് ഈ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിച്ചണിൽ പോയിട്ട് ബാക്കി കാണാം. ബൈ ബൈ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ ആരും എണ്ണിക്കത്തില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കിച്ചണിൽ 2-3 പേരുണ്ട്. സാരല്ല, നമുക്ക് ബാക്കിയുള്ളതിൽ കുക്ക് ചെയ്യാം. കട്ടി കൂടും. ഇത് നമുക്ക് ഉള്ളിവടക്കുള്ള സവാളയാണ്. ഇതൊക്കെ നമുക്ക് ബാക്കി കട്ട്ലേറ്റ് ചട്ടിപ്പത്തിരിക്കുള്ളതാണ്. ഇതൊരാൾ അരിഞ്ഞരിഞ്ഞ് കരയരുത്. ഇവിടെ ഒരാള് കാരറ്റൊക്കെ അരിഞ്ഞോണ്ടിരിപ്പുണ്ട് ചട്ടിപ്പത്തിരിക്ക്. ബാക്കിയുള്ളവര് രാവിലെ കുക്കിങ്ങിന് വരാന്ന് പറഞ്ഞ ഫെബിന വിളിച്ചില്ലാന്ന് പറഞ്ഞ ഇവിടെ കിടന്ന് വഴക്കിടുന്നു. അങ്ങനെ കട്ട്ലേറ്റിനുള്ള കിഴങ്ങെല്ലാം പുഴുങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 3 പേര് മാത്രമേ കിച്ചണിലുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എണ്ണിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഉള്ളിവിടക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ കണ്ണിൽ നിന്ന് മദ്യ ഒഴുകുകയാണ്. ഇന്ന് ഇവിടുത്തെ മാമ നമുക്ക് ഇവിടെ ക്ലീനിങ്ങിന് വരാറില്ല, ഞായറാഴ്ച ആയതുകൊണ്ട്. അതുകൊണ്ട് അടുക്കള ഫുള്ള് മെസ്സായിരിക്കും. പക്ഷെ മാക്സിമം നമ്മൾ ക്ലീനായിട്ട് തന്നെ യൂസ് ആക്കാൻ നോക്കുന്നുണ്ട്. എവിടെ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് എന്താ വരാത്തെ? ഡ്യൂപ്പിനെ പോലെ ഇറക്കണോ? എന്നാ വേഗം വാ. കിച്ചണിൽ ഇപ്പോൾ കുറച്ചധികം ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ റൂമിൽ അരി എടുക്കാൻ വേണ്ടി വന്നതാണ്, മന്തിക്കിടാൻ വേണ്ടി. അപ്പോൾ അത് 2 മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കണം. അത് കഴിയുമ്പോൾ നമ്മളത് മന്തിയാക്കുന്നതായിരിക്കും. എന്താണ് ഫോണൊക്കെ ആയിട്ട് ഇപ്പോൾ അരി കുതിർക്കാനിട് ഓട്. നമ്മുടെ റൂമിൽ ഒരു 5-6 റൂം കഴിഞ്ഞാലാണ് ഈ കിച്ചൺ എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ കുറേ ലോങ് ആയിട്ട് നടക്കേണ്ടി വരും സാധനങ്ങളെല്ലാം എടുത്തോണ്ട്. അങ്ങ് പോലെ അവിടേക്കാണ് നമ്മുടെ റൂം വരുന്നത്. കിച്ചൺ ഇങ്ങേറ്റത്തുമാണ്. പക്ഷേ സാരമില്ല, നമ്മൾ എപ്പോഴും നടന്ന് ഇപ്പോൾ നമുക്കതൊന്നും ഒരു ദൂരം ഇല്ലാണ്ടായിട്ടുണ്ട്. വീഡിയോ എടുത്ത് നടന്നാൽ മതി. അഞ്ചിന് ഞാനും ജോലി എടുക്കണ്ടേ? ഞാൻ എടുക്കും. നമ്മളുടെ കുക്കിംഗ് ടീംസ് എല്ലാം അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. സ്വയ വന്നിട്ടുണ്ട്. സ്വയ വന്ന ഗൈസ് ഇത്ര നേരം എവിടെ ആയിരുന്നു? അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കണ്ടില്ലേ? പോവാ. മാഷ്ഡ് പൊട്ടറ്റോ ബൈ ഫെബിന. ഇവിടെ നമ്മളുടെ ചിക്കൻ എല്ലാം സെറ്റാവുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ അടുക്കള ഒന്ന് ഫുള്ളി ഓണായി. നമ്മുടെ അരിയെല്ലാം കുതിർക്കാനിടുന്നുണ്ട്. ഇനി അരിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മന്തി സെറ്റാക്കാം. അങ്ങനെ നമ്മുടെ കറികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അരിഞ്ഞ് സെറ്റാക്കി നമ്മുടെ ജിഷാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാം. നമ്മളങ്ങനെ ഉള്ളിവടക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ മന്തിയുടെ ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം കുടിക്കാനാണോ? വിശക്കുന്നോ? കൈസ് വിശപ്പരോട് കുടിക്കാൻ പോകുന്ന തന്നി എന്ത് ചായ ഉണ്ടാക്കുന്നു? ചെമ്പെത്തിട്ടുണ്ട്. മുട്ട പൊളിച്ചാണ്. മുട്ട പൊളിയുന്നില്ല. മുട്ട പൊളിഞ്ഞൊരു പരിവാവുന്നു. എന്തായാലും മുട്ടയിൽ ക്രിയേച്ചോ ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ്. നമ്മൾ അങ്ങനെ മോമോസ് സെറ്റാക്കാൻ പോവുകയാണ്. അവർക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാൻ പോകുന്നത്. ഇപ്പം അടുക്കളയിൽ വേറെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ആളല്ല. ചായ നമ്മുടെ മന്തിയൊക്കെ ഉണ്ടാക്കാനുള്ള ചിക്കൻ സെറ്റായിട്ടുണ്ട്. ഇത് നമ്മളുടെ കട്ട്ലേറ്റിനുള്ള ഫില്ലിങ്സ് സെറ്റാക്കുകയാണ്. ഇവിടെ നമുക്ക് ചിക്കൻ ഉണ്ട്. അങ്ങനെ നമ്മളിനി മന്തി വെക്കാൻ വേണ്ടി പോവാണ്. കൊളറ് പൊടി പറ്റുന്നത് ഇതാണ്. പിഴിഞ്ഞോ? എന്നിട്ട് ബാക്കി നോക്കാം. പിഴിഞ്ഞ് വെക്കാനോ? അല്ല, പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിച്ചോ? ഇട്ടോ. പിഴിയടേ. എന്താ പറയാനുള്ളത്? 2 വാക്കുകൾ മന്തിനെ പറ്റി പറയും. നല്ല സുന്ദരിയായിട്ടുള്ളത്.
മന്തി നല്ല സുന്ദരിയായിട്ടുള്ളത്. അത് നമ്മുടെ ശ്രേയയുടെ കൈപുണ്യം. ശ്രേയയുടെ കൈയുടെ അടിച്ചു പൊളിക്കും. ഈ ഇഫ്താർ നമ്മള് തൂക്കും. നമ്മുടെ മന്തി ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഇത്ര നേരം നമ്മളല്ലാണ്ട് നമ്മുടെ കിച്ചണിൽ ഇപ്പൊ ഇതുവരെ ആരും വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴും വരായിരുന്നാ മതിയായിരുന്നു. നമുക്ക് നോക്കാം. തൈര് ഇടുന്നുണ്ട് മന്തിക്കോ? മന്തിക്ക് തൈരിടാനൊക്കെ പറയുന്നത്. മന്തിക്ക് തൈരിടാൻ പറയുന്നത് നമ്മള് മതി മതി. നീ വേണം വെയിറ്റ് ആക്കണ പോലെ. മന്തി ഒരു സൈഡിലാക്കിയിട്ട് നമ്മളിപ്പോൾ കട്ട്ലൈറ്റിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഫെബിയും ജിഷാനയാണ് കട്ട്ലൈറ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. അവരവിടെ കട്ട്ലൈറ്റ് ഉരുട്ടിക്കൊണ്ടിരിപ്പുണ്ട്. അടുക്കളയിൽ നമുക്ക് കുറേ പേർക്കൊന്നും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് പേർ അടുക്കളയിൽ നിന്ന് ജോലിയാണ്, കുറച്ച് പേര് റൂമിൽ നിന്ന് ജോലിയാണ്. ഇപ്പോൾ റൂമിൽ നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അടുക്കളയിൽ കുറച്ച് മൊമോസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് പോയി നോക്കാം. നമ്മുടെ മൊമോസിൻ്റെ ഷേപ്പ് വന്നിട്ട് ഇതാണ്. ഇത്രയുമായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളിത് കാണുക, കണ്ടില്ലേ? പുറത്ത് 2 പൂച്ചകൾ കണ്ണും നോക്കിയിരിക്കുന്നു. മന്തി അങ്ങനെ നമ്മൾ വെച്ചിട്ട് പോയിട്ടൊരു 10-20-30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. നല്ലോണം തിളച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമ്മളുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ആദ്യമേ എല്ലാം സെറ്റാക്കി വെക്കും. അതിനുശേഷം ഒരു 5 മണിക്ക് മുമ്പ് തീരുവാണെങ്കിൽ ഒരു 3-3:30 ആകുമ്പോൾ നമ്മളെല്ലാം വറക്കാൻ കയറുന്നതാണ്. അപ്പോൾ നമ്മൾ കട്ട്ലൈറ്റിൻ്റെ ശരിയാക്കി, ഉള്ളിവട ശരിയാക്കി, മുട്ട ബജിക്ക് ഇപ്പോൾ മാവെല്ലാം കുഴച്ചുകൊണ്ടിരിക്കുന്നു. മോമോസ് ഇപ്പോൾ സൈഡിലാവുന്നുണ്ട്, മന്തി ഇവിടെ ആവുന്നുണ്ട്. മെയിനായിട്ട് ഒന്നും ആവാത്തത് നമ്മുടെ ചട്ടിപ്പത്തിയാണ്. അത് ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അതപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാം. ഞാൻ പണ്ടെന്തോ ഉണ്ടാക്കിയതാണ്, പക്ഷെ ഇപ്പോൾ നമുക്ക് വീഡിയോ എല്ലാം കണ്ട് ഉണ്ടാക്കാം. ഓക്കെ ബൈ. നമ്മൾ മന്തിയിൽ നിന്ന് ചിക്കൻ എല്ലാം മാറ്റി വെച്ചിട്ട് അരി ഇടുകയാണ്. നമ്മൾ മന്തിക്കുള്ള അൽഫാം സെറ്റാക്കുന്നുണ്ട്. ഇത് നമ്മുടെ മന്തി, ഇത് നമ്മുടെ അൽഫാം, ഇത് നമ്മളുടെ മുട്ട ബജിക്കുള്ള മുട്ടയാണ്. ഇപ്പോഴത്തെ നമ്മളുടെ മൊമോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിലും റൂമിലുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുവാണ്. ഇപ്പോൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സമൂസയും പായസവും ഉണ്ടാക്കുന്നത് ഷാമിലാണ്. അപ്പോൾ അവൻ 2nd ഫ്ലോറിലുള്ളത്. അപ്പോൾ ഇനി അവനെ കൊണ്ട് സമൂസേൻ്റെയും പായസത്തിൻ്റെയും സാധനം കൊണ്ട് കൊടുക്കാൻ പോകണം. നമുക്ക് അതിന് പോകാം. നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഷാമിൻ്റെയിലോട്ട് എത്തിക്കേണ്ടത്. അതപ്പോൾ നമുക്കിനി കൊണ്ട് കൊടുക്കാം. ആരുടെ അരി മൊത്തം ഇവിടെ താഴെ പോയി കിടപ്പുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സ്റ്റെപ്പാണ്. ഏറ്റവും മേലത്തെ ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂമിലുള്ളത്. ഇപ്പം നമ്മളുടെ പരിപാടിയൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ സാധനം എല്ലാം കൊണ്ട് കൊടുത്തിട്ട് റൂമിലെത്തി. ഇനി നമുക്ക് റിഷാനെ പറഞ്ഞ് സ്പ്രൈറ്റും കൊക്കക്കോളയും വാങ്ങാൻ വേണ്ടി വിടണം. ഇപ്പോൾ ഒരു 1:21 ആയിട്ടുണ്ട്. നമ്മളുടെ ജോലിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് 5 മണിയാകുമ്പോൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആവാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരാൾ വിശന്നിട്ട് ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ റൂമിൽ ഇരുന്നിട്ട് എന്തുവാ അടുത്തത് ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വരാം. ബൈ. നമ്മളുടെ മൊമോസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അത് സ്റ്റോർ ചെയ്യാം. ഗൈസ്, അപ്പം നമ്മളുടെ മന്തി എല്ലാം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള മസാലാസ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ മോമോസ് എല്ലാം വെന്തത് നമ്മൾ ഇപ്പുറത്തോട്ടൊക്കെ എടുക്കുന്നുണ്ട്. മുട്ട വെച്ചിട്ട് മുട്ട ഇപ്പോഴും അവിടെ ഫ്രീസ് ആയിട്ടിരിക്കുക. ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളുടെ ചട്ടിപ്പത്തിരിയുടെ മസാലാസ് എല്ലാം ചെയ്ത് തീരാറായി. അപ്പം നമ്മളുടെ ചട്ടിപ്പത്തിരിയുടെ ഇത് ചപ്പാത്തിയോ ദോശയോ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ചട്ടിപ്പത്തിരിയാണ്. ഇതിവിടെ ഇരുന്ന് വെന്ത് വരുന്നു. ഇത് നമ്മുടെ ഉള്ളിവടക്കുള്ളതാണ്. നമ്മുടെ ഉള്ളിവടയുടെ ബാറ്റർ. നമ്മളുടെ ഉള്ളിവട അങ്ങനെ റെഡിയാവുന്നുണ്ട്. ഇട്ട മുളക് പൊടിക്ക് കുറച്ച് കളർ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുട്ട ബജി ചെറുതായിട്ടൊന്ന് പഴംപൊരി പോലെ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് മുട്ട ബജിയാണ്. ഓക്കെ, നമ്മുടെ ഉള്ളിവട ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം.
അങ്ങനെ ഇപ്പോൾ ഒരു 3-3:30 ആയിട്ടുണ്ട്. നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ളിവട സെറ്റാക്കുക. ഉള്ളിവട ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കട്ട്ലറ്റ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക, മുട്ടബജി കഴിഞ്ഞു, ചട്ടിപ്പത്തിരിയും കഴിഞ്ഞു, മന്തിയും കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വേറൊരു കൂട്ടുകാരെയും കൂടെ നോമ്പ് തുറയുണ്ട്. അപ്പോൾ അവരും അവരുടെ തിരക്ക് ഫുൾ ആൾക്കാരായിട്ട് ഫുള്ള് വെസ്റ്റായി കിടക്കുക. എനിക്കാണെങ്കിൽ നല്ലോണം വിശക്കുന്നു. ഞാൻ നോമ്പ് എടുത്തിട്ടില്ല, പക്ഷേ ഞാൻ ഇന്ന് രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ല, വെള്ളവും കുടിച്ചിട്ടില്ല, ഫുഡും കഴിച്ചിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഉപ്പ് നോക്കാതെ എടുത്ത് ഇച്ചിരി കഴിക്കുന്നതല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നതാണ്. ഇനി നമുക്ക് ബാക്കി പോയിട്ട് കട്ട്ലറ്റ് ബാക്കി വറക്കണം. ഞാൻ പിന്നെ റൂമിലൊന്നും കഴിക്കാതിരുന്നപ്പം അലം പിന്നെ വന്നൊരു ബണ്ണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഇനി നമുക്ക് വീണ്ടും കിച്ചണിൽ പോകണം. ഇവിടെ കാരണമാണ് നമ്മുടെ നോമ്പ് തുറന്നത്. ഞാനല്ല, അത് വേൾഡ് ലീഡേഴ്സ് ആണ് കാരണം. സമയത്തിൽ ആരാ നോമ്പ് എടുക്കാണ്. I'm very sorry guys, my Malayalam is broken. ഇത് നമ്മളുടെ കട്ട്ലേറ്റ്. We throw this is better. അപ്പം നമ്മളുടെ കട്ട്ലേറ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഇറക്കാനുണ്ട്. ബാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമ്മളുടെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരെ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഓള് വലിയായിട്ട് ഇപ്പോൾ കുളിച്ചിട്ട് വന്നതാണ്. പക്ഷേ നല്ല തണുത്ത വെള്ളമായതുകൊണ്ട് നാളെ പനി പിടിക്കാനുള്ള എല്ലാം ചാൻസും ഉണ്ട് അല്ലേ? നാളെ പ്രസന്റേഷൻ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അല്ല, PPT സബ്മിറ്റ് ചെയ്യാനുണ്ട്. നാളേക്ക് ഞാൻ ഉയരോടെ എടുക്കാൻ മാട്ടേ തമിഴ്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ 5 മണിക്ക് തീരുമെന്നാണ് നമ്മളെല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തത്. പക്ഷേ 4 മണി ആയതേ ഉള്ളൂ നമ്മളുടെ പരിപാടി കംപ്ലീറ്റ് തീർന്നല്ല, കുറച്ച് കട്ട്ലേറ്റും കൂടെ വറക്കാനുണ്ട്. അതിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടുള്ളവരാണ് ഇപ്പോൾ അടുക്കളയിൽ നിന്ന് കട്ട്ലേറ്റ് എല്ലാം വറുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി കുളിക്കാനുള്ളതുകൊണ്ട് പോയി ബാക്കിയുള്ളവർ കുളിച്ചിട്ട് വന്ന് റെഡി ആവണം. പിന്നെ ഉള്ളത് നമ്മൾ സമൂസയും പായസവും സെറ്റ് ആയിട്ടുണ്ട്. സമൂസ കൊണ്ട് നമ്മുടെ റൂമിലോട് ഓൾറെഡി എത്തിച്ചു. സമൂസയും കട്ട്ലേറ്റും സമൂസയും പായസവും ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിലെ ബോയ്സാണ്. അവർ നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇനി എനിക്ക് പോയി കുളിക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് റെഡി ആവാം. അല്ലടാ, നമുക്ക് ഇത് 13 പീസാക്കണ്ടേ? എടാ, സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് വാടാ, അല്ലെങ്കിൽ ഈ പാനകത്ത് വെട്ടി വീഴും. ഇതാണ് നമ്മുടെ ചട്ടിപ്പത്തിരി. 5:30 ആയിട്ട് ഇപ്പം നല്ല വെയിലുണ്ട്. ഇപ്പം നമുക്ക് പുറത്തോട്ടിറങ്ങിയാൽ കുറച്ചെങ്കിലും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും. അപ്പോൾ വേഗം ഇനി പോകണം.